പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മാസം നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യാനുള്ള വിഷയം കുട്ടി കൂട്ടായ്മകൾ നമ്മുടെ മക്കളുടെ പക്വമായ വളർച്ചയ്ക്ക് എങ്ങനെ സഹായിക്കും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വാചകമാണ്. കാരണം മറ്റൊന്നുമല്ല, 20-25 വർഷത്തിനുള്ളിൽ വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും മക്കളെ വളർത്തുന്ന കാര്യത്തിലും സംഭവിച്ചത്. പല മാതാപിതാക്കളും വളരെ വലിയ ടെൻഷനിലാണ്. അവർക്ക് എങ്ങനെ മക്കളെ വളർത്തും, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മക്കൾക്ക് വേണ്ട രീതിയിൽ ഉപകാരപ്പെടുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ ടെൻഷനിലാണ്. നമുക്കറിയാം, കാലത്തിൻ്റെ അടയാളങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് നല്ലതിനെയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് ഈശോ പറയുന്നത് പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ മക്കളെ വളർത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെ നമ്മൾ മക്കളെ വളർത്തണം? അതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ മക്കളെ വളർത്തേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ രണ്ടാമതായി മക്കളുടെ സ്വഭാവ രൂപീകരണത്തിന് എന്ത് ചെയ്യണമെന്ന് നമ്മൾ അറിയണം. മൂന്നാമതായി മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ ഇടപെടൽ എപ്രകാരമാണ് മക്കളോട് വേണ്ടതെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നാലാമതായി മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഫലവത്താകുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ വിലയിരുത്തണം. അത് കാലത്തിനനുസരിച്ച് മക്കളെ പഠിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന, ദൈവഹിതം കണ്ടെത്തി സഹായിക്കുന്ന നല്ല മാതാപിതാക്കളുടെ, ഇടവകയിലെ ഫാമിലി ഫ്രണ്ട്സിന്റെ, വൈദികരുടെ സഹായം നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ മക്കള് ഒറ്റയ്ക്കാകുന്ന ഇടങ്ങൾ ഒത്തിരിയാണ്. കാരണം മറ്റൊന്നുമല്ല, 3, 4, 5 മക്കളുണ്ടായിരുന്ന സമയത്ത് പെൺകുട്ടികൾക്കൊന്നും ഒറ്റയ്ക്ക് ഒരിടത്തും പോകേണ്ടി വരുമായിരുന്നില്ല. മാത്രമല്ല, ആൺകുട്ടികൾ എന്തു ചെയ്യുമ്പോഴും അവരുടെ സഹോദരനും കൂട്ടുകാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് മക്കൾക്ക് ആകെ കൂട്ടുള്ളത് മാതാപിതാക്കൾ മാത്രമാണ്. പലപ്പോഴും പ്രശ്നത്തിൽ പെടുന്ന മക്കൾ വേദനയോടുകൂടി പറയുന്നൊരു വാചകമുണ്ട്: എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ കൂട്ടുകാരല്ല, അവരെന്നെ കേൾക്കാനായിട്ട് അവർക്ക് സമയമില്ല. ഇത് എപ്പോഴും ഒരു കുടുംബത്തെ കണ്ണു നിറയ്ക്കുന്ന വാചകമാണ്. ഇവിടെ നമുക്ക് മാതാപിതാക്കൾ എന്ന രീതിയിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിതത്തെ ഇടപെടാനായിട്ട് നമുക്ക് കഴിയും. ഓരോ ഭവനത്തിന്റെയും അന്തരീക്ഷം വ്യത്യസ്തമാണ്. പ്രത്യേകമായി ഒരു കുട്ടിയുള്ള ഭവനത്തിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ മനോഭാവത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ പ്രകടമാകാം. കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ, സ്നേഹിക്കുന്നതിൽ, ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ, സഹായിക്കുന്നതിൽ, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതിനുള്ള കാര്യത്തിൽ പോലും ഒറ്റയ്ക്കാകുവാനും ഒറ്റപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. 2 കുട്ടികളുള്ള ഭവനത്തിൽ പലപ്പോഴും അവർ രണ്ട് ലോകത്തിലായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അവർ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ആ ഭവനത്തിലെ പലരും ശ്രമിക്കും. 4 പേരും 4 ധ്രുവത്തിൽ വളരുന്ന, ചിലപ്പോഴും എല്ലാം കാര്യം ചെയ്തു കൊടുക്കുന്ന, പലപ്പോഴും ഒന്നും ചെയ്തു കൊടുക്കാതെ വളരുന്ന ഭവനത്തിന്റെ അന്തരീക്ഷമാണ് സാധ്യത ഏറെ. ഇവിടെയും മക്കളുടെ വളർച്ചയിൽ അത് ഒത്തിരി ബാധിക്കും. 3 മക്കളുള്ള ഭവനത്തിലെ പൊതുവായ കാര്യങ്ങൾ ചെയ്യുവാനും പൊതുവായ സമയം കണ്ടെത്തുവാനും പരസ്പരം സംസാരിക്കുവാനും അതുപോലെ തന്നെ കൂട്ടായ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഒത്തിരി ഏറെയാണ്. 4 അതിന് കൂടുതലും മക്കളുള്ള ഭവനങ്ങളിലെ എപ്പോഴും ആരുടെയെങ്കിലും കൂടെ ആരെങ്കിലുമൊക്കെ കാണും. അവർ ഒരുമിച്ച് ചെയ്യുന്ന അവസരങ്ങൾ കൂടും. അവർ ഒരുമിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന, ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, പൊതുവായ കാര്യങ്ങൾ ഇടപെടുന്ന, മാത്രമല്ല ഒരു കാര്യത്തെ വിലയിരുത്തുന്നതിൽ പോലും അവരുടെ മനോഭാവത്തിൽ ഒത്തിരി വ്യത്യാസമാണ് കാണുക. അത് അവരുടെ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സ്വഭാവത്തെയും കൂട്ടായ കാര്യങ്ങൾ ചെയ്യാനുള്ള മനോഭാവത്തെയും ഒത്തിരി സഹായിക്കുന്നതായിരിക്കും ആ ഭവനത്തിന്റെ അന്തരീക്ഷം. പക്ഷെ നമുക്കറിയാം, ഇന്ന് അണുകുടുംബങ്ങൾ ഒത്തിരി കൂടി വരുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നതിനുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ കുട്ടിക്കൂട്ടായ്മകൾ. അവിടെ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും മനസ്സിലാക്കുവാനും പലപ്പോഴും പലരും അതിലെ ചേച്ചിമാരായി മാറുന്നു, അനിയന്മാരായി മാറുന്നു. പല കുഞ്ഞുമക്കളെയും ചേച്ചിമാരെയും മക്കളെ പോലെ നോക്കുന്നു. കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവരെ ഉള്ളിലെ സ്നേഹിക്കുവാനും അവരുടെ മൂല്യങ്ങളിൽ അവർ വളരാനും ഉള്ള സാഹചര്യം ഒത്തിരിയാണ്. പലപ്പോഴും സ്വന്തം കഴിവുകൾ എന്തെന്ന് അവിടെ വെച്ച് തിരിച്ചറിയാനും അത് പ്രോത്സാഹിപ്പിക്കുവാനും പലപ്പോഴുടെയും മുമ്പിൽ അതൊന്ന് പ്രകടിപ്പിക്കാനും കഴിയുന്നു. മാത്രമല്ല, നമ്മുടെ കുറവുകൾ പലപ്പോഴും ചിലർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനോഭാവം, ഇങ്ങനെ തുടങ്ങി കുറെ സ്വഭാവ രൂപീകരണത്തിനുള്ള ഒരു വേദിയാണ് കുട്ടിക്കൂട്ടായ്മകൾ. സ്കൂളിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ സാഹചര്യത്തിൽ നിന്ന് മാറി വളരെ ഫ്രീ ആയി ഇവർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കുറെ വിഷമങ്ങളും അതുപോലെ തന്നെ അവർക്കൊന്ന് സ്വതന്ത്രമായി പെരുമാറാനും ഒക്കെ കഴിയുന്നത് കുട്ടിക്കൂട്ടായ്മയുടെ വലിയ നന്മയാണ്. കുട്ടിക്കൂട്ടായ്മയിൽ നേതൃത്വം കൊടുക്കുന്ന ആനിമേറ്റർമാരെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ
ഒത്തിരി മക്കളിലെ സ്വഭാവ രൂപീകരണത്തിന്, ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിന് അവർക്ക് സഹായിക്കാനായി കഴിയും. പലരുടെയും കുറവുകൾ കൃത്യമായി കണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകി വളർത്തുന്ന നല്ല കുട്ടിക്കൂട്ടായ്മ ആനിമേറ്റർമാരെ നമ്മുടെ അതിരൂപതയിലും കുട്ടിക്കൂട്ടായ്മകളിലും ഉണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് പലപ്പോഴും ആനിമേറ്റർമാരെ ഇടപെടലെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് കുട്ടിക്കൂട്ടായ്മയിലൂടെ സാധിക്കുമെന്നതിനെ നമുക്ക് എങ്ങനെയാണ് കുട്ടിക്കൂട്ടായ്മകൾ ആരംഭിക്കുക? നമ്മുടെ യൂണിറ്റിലെ ഭാരവാഹികളിലെ ഏതെങ്കിലും ഒരു ഭാരവാഹിയെ കുട്ടിക്കൂട്ടായ്മ ആനിമേറ്ററായി വെച്ച് ആ ആനിമേറ്ററിനെ സഹായിക്കാനായിട്ട് ആ 1-2 പേരെ കൂടെ ചേർത്ത് അവരുടെ നേതൃത്വത്തിലെ ഏതെങ്കിലും ഒരു ഭവനത്തിലെ, പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഒരു യൂണിറ്റിന്റെ സാഹചര്യത്തിലെ വേണ്ടത്ര മക്കളില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവിടുത്തെ അടുത്തുള്ള യൂണിറ്റിനോട് ചേർന്ന് ഒരു കുട്ടിക്കൂട്ടായ്മ രൂപീകരിച്ച് ഏതെങ്കിലും ഒരു ഭവനത്തിൽ കൂടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്ഥിരമായി കൂടുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് അവരെ സ്ഥിരമായി ഒരുമിച്ച് കൂട്ടാനും അവരുടെ കലകളും കാര്യങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുവാനും അവരുടെ ഒരു ഇടമായി മാറാനായിട്ട് അത് ഒത്തിരി സഹായിക്കും. അതിന് ചിലപ്പോൾ കുട്ടിക്കൂട്ടായ്മ ഇല്ലാത്തൊരു ഇടവകയിലാണെങ്കിൽ ആനിമേറ്റർമാരെ ഒരുമിച്ച് കൂട്ടി നമ്മുടെ അതിരൂപതയുടെ നേതൃത്വത്തിൽ എങ്ങനെ കുട്ടിക്കൂട്ടായ്മ ആരംഭിക്കാം, എന്തൊക്കെയാണ് കുട്ടിക്കൂട്ടായ്മയിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ചെറിയൊരു പഠന ക്ലാസ് വെച്ച് നമുക്ക് നമ്മുടെ ഇടവകയിൽ കുട്ടിക്കൂട്ടായ്മകൾ ആരംഭിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു ആനിമേറ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടിയിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. ഒരു കുട്ടിയുടെ കുറവ് കണ്ടെത്തി ആ കുട്ടിയുടെ ഇന്ന കാര്യങ്ങൾ വളരണമെന്ന് ഒരു ആനിമേറ്റർ വിചാരിച്ചാൽ ആ കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന അത്ഭുതകരമായ കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്കൂട്ടായ്മയിലൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു കുട്ടിക്കൂട്ടായ്മയിലേക്ക് വരുന്ന ഒരു ആനിമേറ്റർ എന്ന് പറയുന്നത് ഒരു ദൈവവിളി എന്ന രീതിയിൽ അത് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ദൈവത്തിന്റെ നിയോഗം എന്ന പോലെ ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങിയാൽ ഈ കുട്ടികളിലെ അവരുടെ സ്വഭാവ രൂപീകരണത്തിനും മാത്രമല്ല ഒരു വിശ്വാസ വളർച്ചയ്ക്കും ഈശോയെക്കുറിച്ച് അറിയാനും സ്നേഹിക്കുവാനും ഒക്കെ അവർക്ക് ഈ ഒരു കുട്ടിക്കൂട്ടായ്മ കാരണമാകും. പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടിക്കൂട്ടായ്മയിലെ നമ്മുടെ കുഞ്ഞുമക്കളെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിക്കാം. പ്രത്യേകമായി ഒരു കാലത്തിന്റെ മാറ്റങ്ങൾക്ക് ഒഴുക്കിൽപ്പെട്ട് പോകുന്ന കുഞ്ഞുമക്കളിലെ നല്ല സ്വഭാവമുള്ള, നല്ല വ്യക്തിത്വമുള്ള, നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു ചർച്ചയുടെ അവസാനം നമുക്ക് 4 ചോദ്യങ്ങൾ നമ്മുടെ യൂണിറ്റിലെ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമതായി, മക്കളുടെ ഒരു വളർച്ചയിൽ അവരെക്കുറിച്ചുള്ള ദൈവീഹിതം നമ്മൾ എങ്ങനെ തിരിച്ചറിയും? രണ്ടാമതായി, അവരുടെ വളർച്ചയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഇടപെടൽ എങ്ങനെയാകണമെന്ന് മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ടോ? മൂന്നാമതായി, കുട്ടികളുടെ വളർച്ചയിൽ ഈശോയുമായിട്ടുള്ള ബന്ധവും വിശ്വാസവും എങ്ങനെ അവർക്ക് ലഭിക്കും? നാലാമതായി, കുട്ടികളുടെ വിശ്വാസ വളർച്ചയിൽ പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിത്വം ആവശ്യമാണോ? എന്നീ ചോദ്യങ്ങൾ നമുക്ക് കുടുംബ കൂട്ടായ്മയിൽ വളരെ ഗൗരവപൂർവ്വം നമുക്ക് ചർച്ച ചെയ്യാം. പലപ്പോഴും ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കുറെ കണ്ണു തുറപ്പിക്കുന്ന, കുഞ്ഞുമക്കളെ സഹായിക്കുന്ന, അവരുടെ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്ന വലിയ ഒരു ഉത്തരമായിട്ട് മാറട്ടെ. നമ്മുടെ അതിരൂപതയിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.